ഇർഷാദ്, ഇപ്പോൾ ഇന്ന് 4-ാം തീയതി ആയിരിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന ജീവിത പ്രതിസന്ധി എന്തൊക്കെയാണ്? കൃത്യമായ സമയത്ത് വായ്പയോ ലോൺ അതുപോലെയുള്ള EMI ഒന്നും അടയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റ് ഈ സർക്കാർ ജീവനക്കാരനെ ചുറ്റിപ്പറ്റി ഒട്ടനവധി ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ പലവ്യഞ്ജനക്കടക്കാരന് മാസം തോറുമാണ് സർക്കാർ ജീവനക്കാരൻ പൈസ കൊടുക്കുന്നത്. അവർ മാസം 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി ആകുമ്പോഴത്തേക്കും ഈ കച്ചവടക്കാരൻ ഈ പൈസ പ്രതീക്ഷിച്ചിരിക്കും. അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലും ഇപ്പോൾ എൻട്രൻസിൻ്റെ കാലഘട്ടമാണ്. ഇപ്പോൾ ഈ +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് അവരുടെ മെഡിക്കൽ എൻട്രൻസ്, അതുപോലെ തന്നെ എൻജിനീയറിംഗ് എൻട്രൻസ്, ഇതിനൊക്കെ തന്നെയുള്ള ഫീസ് കൊടുക്കുക. അതൊക്കെ വലിയ എമൗണ്ടാണ് ഫീസായിട്ട് ഈ കോച്ചിങ് സ്ഥാപനങ്ങളൊക്കെ വാങ്ങുന്നത്. അതൊക്കെ ഗഡുക്കളായി കൊടുക്കാൻ കഴിയില്ല. സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും എടുക്കുന്ന ലോണുകൾക്ക് ഘട്ടം ഘട്ടമായി കൊടുത്താൽ മതിയാകുകയില്ല. അങ്ങനെ വലിയ ജീവിത പ്രതിസന്ധിയിലേക്കാണ് ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാരനെ തള്ളിയിട്ടിരിക്കുന്നത്. ശരി, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സെക്രട്ടേറിയറ്റിലെ ഒരു സംഘടനയുടെ സമ്മേളനത്തിൽ വന്ന് പ്രസംഗിച്ച കെ ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ മന്ത്രിയുടെ കാര്യം ഇവിടെ പരാമർശ വിധേയമായി. അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവിടെ തിരിച്ചു തന്നെ ആ സംഘടന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ നേതാക്കന്മാർ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, തൂക്കിലിടില്ല സാർ, തൂക്കിക്കൊല്ലാനൊന്നും കഴിയില്ല, പക്ഷേ ഞങ്ങൾ പണിമുടക്കും, ഞങ്ങൾ സമരം ചെയ്യും. ഈ 2002 ശരി, അവസാനമായി ശ്രീ